കുക്കർ വിസിലടിച്ചു. അതിൻ്റെ എയറൊക്കെ പോയി. തുറക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കുന്നതിനാണ് ഞാനിത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചതാട്ടാ. ശരിക്കും ഒരു പക്കോട ഉണ്ടാക്കുന്ന അതേ ഇത് തന്നെ. ഒന്ന് നല്ല ക്രിസ്പി ആവുന്ന വരെ ഇങ്ങനെ വെച്ചേക്കാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീലക ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. അതെ, എന്താണത്? അതാണ് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം. നമുക്ക് എന്താ നോക്കാം. ഇനി നമുക്ക് ഈ ചക്കക്കുരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ചടിപ്പോയി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനെ എന്നിട്ട് നമുക്ക് ഒരു വിസിലടിപ്പിക്കാം. അതേ, നമ്മൾ ചക്കക്കുരു വേഗം വെച്ചില്ലേ, അപ്പം അത് നമുക്കൊന്ന് വെന്തോ നോക്കാം. ഇതാ കുക്കർ വിസിലടിച്ചു. അതിൻ്റെ എയറൊക്കെ പോയി. തുറക്കാൻ പറ്റും. ഇതേ ഞാനിതൊന്ന് വെച്ചിട്ട് ഇതാ നല്ല വെന്തു എന്താ. ഇനി നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട്. ഒന്ന് ചൂട് തണുക്കണം. നമുക്ക് ഇവനെ ഇങ്ങനെ നല്ല ചൂടാവും. ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ പൊളിച്ചു കൊടുക്കാം. നമുക്കിതിങ്ങനെ പൊളിച്ചെടുക്കാം. ചൂടുണ്ട്, എന്നാലും കുറേ നേരം നമ്മൾ വെച്ച് നീട്ടിയാൽ ശരിയാവില്ല. വേവേ എടുക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ പൊളിക്കുക. ഇതാ നോക്കിയേ, ഇതിൻ്റെ ഈ ചുവന്ന തോലില്ലേ, ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ലതാണ്. അങ്ങനെ തൊലിയെല്ലാം പൊളിച്ചു. ഇതാക്കി ഇനി നമുക്ക് ഇതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് നല്ല നല്ല പാകത്തിന് പൊടിഞ്ഞ് കിട്ടി. നമുക്ക് പാകത്തിട്ട് ഒട്ടിപ്പിടിക്കുന്നതിനാണ് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചതാക്കാം. ഇത് മല്ലിച്ചപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇതുവരെ ഇത്രയുണ്ട്. ഇനി മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കളറിന് വേണ്ടിയിട്ട്. 1.5 ടീസ്പൂൺ ഇട്ടു. ഇത് അരിപ്പൊടി 1 ടീസ്പൂണ്, ഇത് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കോൺഫ്ലവർ, ഇത് ചിക്കൻ മസാല, ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടെ ഇവിടെ. ഇത് കടലമാവ്, ഇതെല്ലാം വേണം. ഇത്രയും കപ്പുള്ളുണ്ട്, ഇതെല്ലാം വേണം. കടലമാവ് മുഴുവൻ വേണം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇവനെ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യാം. ഒരു തരി മഞ്ഞൾപ്പൊടി ഇടാനുണ്ടായിരുന്നു. ഇതിൽ ഞാനിപ്പോൾ ഒരു 2-3 അല്ലി കരിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ഇട്ടില്ലായിരുന്നു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ലോണം മിക്സായി നല്ല പാകമായിട്ട് ഉണ്ട്. ശരിക്കും ഒരു പക്കോട ഉണ്ടാക്കുന്ന അതേ ഇത് തന്നെ. അങ്ങനെ തന്നെ നമ്മളിത് ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ ആക്കിയിട്ട് ഇതാണ് വലുപ്പത്തിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത് പാത്രം വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ എണ്ണ ചൂടായി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കിയിട്ടേ ഇങ്ങനെ എടുക്കാറ്. നമുക്കിതിങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ മുങ്ങി കിടക്കുന്നുണ്ട്. എന്നാലും നല്ല ക്രിസ്പി ആവുന്ന വരെ ഇങ്ങനെ നല്ല ക്രിസ്പി, നല്ല മുരിഞ്ഞു. നമുക്കിതിനെ പാത്രത്തിലേക്ക് ആക്കും. കണ്ട സൗണ്ട് കണ്ട. ഇട്ട് കൊടുക്കാം. ആ കോരി മാറ്റി രണ്ടാമത് ഇതിനും കൂടി ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഇതും ക്രിസ്പിയായി. ഇത് നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ അല്ല നല്ല കിലി എന്ന് പറയുന്നത്. നമുക്കെന്നാ കഴിച്ചു നോക്കാം. ഇതാണ് ചക്കക്കുരു പൊക്കവട. ചായ കുടിക്കാൻ വിട്ടിട്ട് വയ്യല്ലേ. കെച്ചപ്പ് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. അതെ, നല്ല മുരുമുരായ. ചായക്ക് സൂപ്പർ ചായക്കടി ഇട്ടത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാ കേട്ടാ, ഒന്ന് ശ്രമിച്ചു നോക്കുക. ചക്കക്കുരുവിന്റെ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ടാ? ഇല്ലല്ലേ, ചക്കക്കുരു അറിയണില്ല, ചക്കക്കുരു അത് അറിയില്ല. അപ്പൊ ചക്കക്കുരു ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ചക്കക്കുരു വെറുതെ കളയാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ആരോഗ്യ ഗുണങ്ങളുണ്ട് ചക്കക്കുരുല്ലേ. അതെ അതെ, ചക്കക്കുരു ആൾക്കാർക്ക് ഒരു വില ഇല്ല. അതെ, ദുബായിലൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം, ഫ്രീ ആയിട്ട് കിട്ടും. നമ്മള് ദുബായിൽ ജീവിച്ചോണ്ടാണ് ഇതിന്റെ ഇതൊക്കെ അറിയുന്നത്, ഇതിന്റെ വില അറിയുന്നത്. ദുബായിൽ 100 രൂപ നല്ല പൈസ കൊടുക്കണം ചക്കക്കുരു. അങ്ങനെ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ? ഓക്കെ, എന്തോട് അടിപൊളിയാ. അതിൽ ഇതില് ഞാന് ഇതില് സബോള ഒന്നും ചേർത്തിട്ടില്ല. സബോള ചേർക്കാണ്ട് ചെയ്താണ്. സബോള ഇട്ടിട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒന്നും കൂടി ക്രിസ്പിയും ടേസ്റ്റും ഒന്നും കൂടി ഉണ്ടാവും എൻ്റെ ഇത്. അതിൽ ഞാൻ ഇതിൽ സബോള ചേർക്കാണ്ട ഉണ്ടാക്കിയത്. അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതില് കടലപ്പൊടി തന്നെ വേണമെന്നില്ല, മൈദപ്പൊടിയിലും ചെയ്യാട്ടാ. അയ്യോ ഇനിയിപ്പോ അത് കടലപ്പൊടി ഇല്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട, മൈദപ്പൊടിയിലും ചെയ്യാം. ഇതിന് തിന്നുകൊണ്ടെങ്കിൽ കഴിച്ചോണ്ടെങ്കിൽ ഇനിയും കഴിക്കാൻ തോന്നുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.